ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻസ് ഒക്കേർഡ് ഇൻ എ ബിസിനസ്. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഈവന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈവൻസ് ഒക്കേർഡ് ഇൻ എ ബിസിനസ് ഈസ് കാൾഡ് ട്രാൻസാക്ഷൻ. അപ്പൊ ഈവന്റ് എന്ന് പറയുമ്പം മോണിറ്ററി ഈവന്റും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സംഭവങ്ങളെയാണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. അത് മോണിറ്ററി ഈവന്റും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. അപ്പം ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈവന്റുകളാണ്. ഈവന്റുകൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെയൊക്കെ ഉണ്ട്? മോണിറ്ററി ഈവന്റുകളും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസാക്ഷൻസിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു: മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മോണിറ്ററി ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ മോണിറ്ററി ഈവന്റ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് നമ്മൾ നോൺ മോണിറ്ററി ഈവന്റുകൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എങ്ങനെയാണ്? ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുമാണ്. അല്ല, ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രയായിട്ടാന്ന് ചോദിച്ചാൽ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നുമാണ് പറയേണ്ടത്. ഈ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ് എക്കോണമിക് ഈവന്റ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ആണ് നമ്മൾ നോൺ എക്കോണമിക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ? ഇനി മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രയായിട്ട്? രണ്ടായിട്ട്: ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും. ഓക്കെ, അപ്പൊ ഏത് ട്രാൻസാക്ഷനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും. ക്ലിയർ ആയോ? അതില് എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? ഇമ്മീഡിയറ്റ് പേയ്മെന്റ് നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ there is no ക്രെഡിറ്റ്, റെഡി പൈസ അല്ലെങ്കിൽ റെഡി പേയ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ റെഡി റിസീവബിൾ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളേക്ക് എന്ന് പറഞ്ഞ് അവിടെ മാറ്റിവെപ്പില്ല. ഇപ്പൊ തന്നെ പൈസ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യുന്നു. അതാണ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ് ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓർ റിസീവബിൾ പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പം മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പേയ്മെന്റോ റിസീവബിളോ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും വായ്പാ ഇടപാടുകൾ എന്ന് പറയും. മനസ്സിലായോ? മോണിറ്ററി ട്രാൻസാക്ഷന്റെ അല്ലെങ്കിൽ മോണിറ്ററി ഈവന്റിന്റെ, അതായത് പൈസയുടെ രൂപത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത്: ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ട്, നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഈവന്റ് ആണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നാൽ അത് ട്രാൻസാക്ഷനാ. അങ്ങനെയാകുമ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ പൈസയുടെ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ഇടപാട് എവിടെ നടക്കണം? സ്ഥാപനത്തിൽ നടക്കണം. പൈസയുടെ രൂപത്തിലുള്ള എന്ന് പറയുമ്പം അതാണ് നമ്മൾ മോണിറ്ററി ടേംസ് എന്ന് പറയുന്നത്. അത് മാത്രമേ നമ്മൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു വന്നത് മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? സാലറി പെയ്ഡ് പറയാം, പർച്ചേസ് പറയാം, സെയിൽസ് പറയാം. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ എക്സാമ്പിളാ. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്ന, അതായത് ജേണൽ എഴുതുന്നത്, ലെഡ്ജർ എഴുതുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്, ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്, ഇതെല്ലാം നമ്മൾ ഏത് മാത്രമേ എഴുതത്തുള്ളൂ? മോണിറ്ററി ട്രാൻസാക്ഷൻ എഴുതൂ. അതെല്ലാം തന്നെ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? അപ്പൊ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ
നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. അതിനകത്ത് പൈസയുടെ എമൗണ്ട് എടുത്തു പറഞ്ഞിരിക്കണം. ഓക്കെ, അതായത് സാലറി പെയ്ഡ് എത്ര രൂപയെന്ന് പറയണം, അല്ലെങ്കിൽ പർച്ചേസ് ഫോർ ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ രൂപ എത്രയാണെന്ന് എടുത്തു പറയണം. സെയിൽസ്, ഇതൊക്കെ എല്ലാം ഏതിന് എക്സാമ്പിളാ? മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിളാ. എന്നാൽ നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും എവിടെയുണ്ട്? ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ട്. അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതത്തില്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. പറയുമ്പോൾ അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ്ങിന്റെ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഏതാണ് എഴുതുന്നത്? മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. എന്നാൽ അക്കൗണ്ടൻസിയുടെ ഒരു ബ്രാഞ്ചായ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഏതുകൂടി എഴുതും? നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറയുന്നത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കൂടി എഴുതുന്ന അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ചാണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് ബൈ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് എടുത്ത ഡിസിഷൻസ് അത് താഴെ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാ? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, ആ എടുത്ത തീരുമാനങ്ങൾ താഴെ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? അത് കൈമാറുന്നത്. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഈ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. അവിടെ നടക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. എവിടെ നടക്കുന്ന? ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. പലർക്കും നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ഒന്ന് പറയാൻ പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ഞാൻ ക്ലാസ്സുകളിൽ കുട്ടികളോട് ചോദിക്കുമ്പോഴും അവർക്ക് ഏതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ബൈ ദ മാനേജ്മെന്റ് എന്നും കമ്മ്യൂണിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഏതിന്റെ ഭാഗമായിട്ട് വരാം. അതുപോലെ പ്ലാനിങ്, ഇതെല്ലാം ഏതാണെന്ന് പറയാം? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ മോണിറ്ററി ട്രാൻസാക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ഓക്കെ, അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റെഡി പേയ്മെന്റുകൾ നടത്തുകയാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനും, പേയ്മെന്റ് പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുന്നുണ്ട് ഇല്ലയോ? അത് എഴുതുന്നോണ്ടാണ് നമുക്ക് ഡേ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്, ശരിയല്ല? നമ്മൾ അക്കൗണ്ടൻസിയിൽ കൂടുതലും നമുക്ക് ഉള്ളതെല്ലാം ഏതാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഡേ ബുക്കുകൾ എഴുതേണ്ടി വരുന്നത്. പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് പോലെയുള്ള ഡേ ബുക്കുകൾ നമ്മൾ എഴുതുന്നത് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയി. അപ്പൊ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഈ ട്രാൻസാക്ഷൻ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്, എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുക, ട്രാൻസാക്ഷൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു. അപ്പൊ ട്രാൻസാക്ഷൻസിനെ അത് മോണിറ്ററിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് മണിയുടെ അടിസ്ഥാനത്തിൽ, പൈസയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഏതാണ്? മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും. എന്നാൽ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്ന വ്യക്തികളെ ബേസിൽ, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറഞ്ഞാൽ അത് എങ്ങനെ ക്ലാസിഫിക്കേഷൻ വരും? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്നും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്നും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ട്രാൻസാക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രധാന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മണിയിലുള്ളതാണ് മോണിറ്ററി ട്രാൻസാക്ഷനും നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും. ക്ലിയർ ആയല്ലോ? എന്നാൽ ട്രാൻസാക്ഷൻസിനെ അത് സംഭവിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്, അതായത് ഏതൊക്കെ വ്യക്തികൾ തമ്മിലാണ്, അതായത് ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ളവരും, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ളവർ മാത്രമായിട്ട് അങ്ങനെ നടത്തുന്ന ട്രാൻസാക്ഷനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്നും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്നും, അല്ലെങ്കിൽ ഇന്റേണൽ ഈവന്റ് എന്നും എക്സ്റ്റേണൽ ഈവന്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റേണൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സിനകത്തുള്ളവർ തമ്മിൽ നടത്തുന്ന
ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിനകത്തുള്ളവർ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റും മിഡിൽ ലെവൽ മാനേജ്മെന്റും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ബിസിനസ്സിനകത്തുള്ള മാനേജ്മെന്റ്, നിങ്ങൾക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലും മിഡിൽ ലെവൽ ബോട്ടം ലെവൽ. അതിൽ ടോപ്പ് ലെവലും മിഡിൽ ലെവലും അല്ലെങ്കിൽ മിഡിൽ ലെവലും ബോട്ടം ലെവലും തമ്മിൽ നടത്തുന്ന, അങ്ങനെ ലെവൽ ഓഫ് മാനേജ്മെന്റുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റേണൽ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ്, അതായത് ഈ ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ളവരെ നമുക്ക് ഔട്ട്സൈഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ അവര് തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? അല്ലാതെ പുറത്തുള്ളവർ തമ്മിലല്ല. പുറത്തുള്ളവർ തമ്മിൽ നടത്തിയാൽ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണോ? അല്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ്സിനകത്തുള്ളവര് തമ്മിലാണെങ്കിൽ അത് ഇന്റേണലും, ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതലും അക്കൗണ്ടൻസിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സും ബിസിനസ്സിനകത്തുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സും ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പർച്ചേസ് നടത്തി എന്ന് പറയുമ്പോൾ ബിസിനസ്സും പുറത്തുള്ളവരും തമ്മിലാ. സെയിൽസ് നടത്തി എന്ന് പറയുമ്പോൾ ബിസിനസ്സും പുറത്തുള്ളവരുമാ, ഇല്ലയോ? എന്നാൽ അകത്തുള്ളവർ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ്. ഇപ്പം അകത്തുള്ളവർ നമ്മളെ അകത്തുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സിനകത്തുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫുകൾ, എംപ്ലോയീസ്. അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്, ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ബിസിനസ്സിനകത്തുള്ളവരാണ്. അപ്പൊ ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരെ എന്നുവെച്ചാൽ ബിസിനസ്സിനകത്ത് തന്നെ നിൽക്കുന്നവരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബിസിനസ്സിനകത്തുള്ളവര് തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ്. സാലറി നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? എംപ്ലോയീസിനല്ലേ. എംപ്ലോയീസ് എവിടെ ഉള്ളതാ? നമ്മുടെ ബിസിനസ്സിലുള്ളവരാ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സാലറി പെയ്ഡ് ടു എംപ്ലോയീസ്, അത് ഏതിന് എക്സാമ്പിളാ? ഇന്റേണൽ ട്രാൻസാക്ഷൻ എക്സാമ്പിളാ. എന്നാൽ ഒരു എക്സ്റ്റേണൽ ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ് പർച്ചേസസ്, സെയിൽസ്, അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഇതുപോലെയുള്ള ഇൻഷുറൻസ് പെയ്ഡ്, ഇതുപോലെയുള്ളതെല്ലാം ഏതിന് എക്സാമ്പിളാ? ഈ പറഞ്ഞ എക്സ്റ്റേണൽ ട്രാൻസാക്ഷന് എക്സാമ്പിളാ. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്, ഇന്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പൊ ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ട്രാൻസാക്ഷനെ ഇൻ ടേംസ് ഓഫ് മണി ആണെങ്കിൽ മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും, അതിൽ മോണിറ്ററിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. മോണിറ്ററി ട്രാൻസാക്ഷൻ ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അല്ലാണ്ട് ഇത് നടത്തുന്ന വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നതെങ്കിലാണ് ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും നമ്മൾ പറഞ്ഞത്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഇന്റേണൽ ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് പറയാം? സാലറി പെയ്ഡ് പറയാം. എക്സ്റ്റേണലിന്റെ ട്രാൻസാക്ഷൻ ഇഷ്ടം പോലെ നമുക്ക് പറയാം. പർച്ചേസ്, സെയിൽസ്, ഇതുപോലെയുള്ള റെന്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് പറയാം? ഈ പറഞ്ഞ എക്സ്റ്റേണൽ ട്രാൻസാക്ഷനകത്ത് പറയാം. അപ്പം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.